അഭിനയമെന്ന്. എടാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഭിനേതാക്കളാണ് ഉള്ളത്, മനസ്സിലായോ? അതിൽ പച്ച റിയലായിട്ട് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാനാ. നീയാണ് അഭിനയിച്ച് ജീവിക്കുന്നത്. എനിക്കിവിടെ അഭിനയിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ലൈവാണ്. കേട്ടോടാ തെണ്ടി. അഭിനയിക്കുന്നവർ ഇങ്ങനെ തെണ്ടിന്ന് പരസ്യമായിട്ട് വന്ന് പറയില്ല. അല്ലേ എൻ്റെ ശിഷ്യരെ, അവനെ ഞാൻ തെണ്ടിന്ന് വരെ വിളിച്ചത്. നിന്നെ ആരെങ്കിലും ഇന്ന് വരെ തെണ്ടിന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അഭിനയിക്കുവാണെങ്കിൽ നിന്റെ പേരിട്ട് ആരെങ്കിലും വിളിക്കും. പക്ഷെ ഞാൻ എങ്ങനെയാണോ? അല്ല, തെണ്ടിന്ന് വരെ വിളിക്കും. നോ, ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടില്ല. ഇത് ലൈവാണ്, മനസ്സിലായോ? എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല. ഇന്ന് വരെ നിനക്ക് ആരുടെയെങ്കിലും വായിന്ന് തെണ്ടി എന്നുള്ള വാക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. എന്താണ് ഓക്കൃത്തരം വന്ന് അവിടെ എഴുതി വെച്ചുകൊണ്ട് ഇത്രയും തുറന്ന് റിയലായിട്ട് വന്ന് സംസാരിക്കുന്ന എന്നോടൊന്ന് പറയാം എന്തൊരു അഭിനയമാണ്. അഭിനയം തന്നെ. അഭിനയാണെങ്കിൽ ഒരു എത്തി വലിയൊരു മൂഞ്ച് വെച്ച് കൊടുക്കും. അഭിനയമാണെങ്കിൽ നീ കവച്ചിരുന്നിട്ട് കാല് വെക്കിന് കൈ വെച്ചിരുന്ന് ചൊറിയും. കടി അങ്ങ് തീരട്ടെ. ഞാൻ അഭിനയിക്ക് വന്നത് അഭിനയം തന്നെ അന്നും കരുത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ സാമാന്യത്തിന് വിങ്ങൽ വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെ കരുത്. എൻ്റെ ശിഷ്യരെല്ലാവരും ഇവിടെ ഉണ്ട്. എൻ്റെ ശിഷ്യരിങ്ങോട്ട് ഒന്ന് പറയട്ടെ. ശിഷ്യരേ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കുവാണോ? അല്ലെന്ന് ശിഷ്യര് പറയും. അവർക്കറിയാം. അവരെന്നും എൻ്റെ ലൈവ് കണ്ടും കേട്ടും ആവശ്രയുണ്ട്. അഭിനയിക്കുവാന്ന ആവശ്രി ഞാനിവിടെ അല്ലെന്ന് പറയണം. അഭിനയം അല്ലെന്ന് പറഞ്ഞു. കണ്ടോ എത്ര പേരാ അല്ല എന്ന് പറയുന്നുണ്ട്. നിനക്ക് മാത്രം എന്തോ അങ്ങനെ തോന്നുന്ന. കാരണം നീ ഇവിടെ അഭിനയിക്കുവാ. കണ്ടോ, എൻ്റെ ശിഷ്യരെല്ലാം വന്ന് പറയുന്നുണ്ട് അഭിനയിക്കുമല്ലെന്ന്. അവർക്ക് എന്താ അങ്ങനെ തോന്നുന്നത്? ആ എഴുതി വെച്ചതിനോട് പറഞ്ഞ്, എടാ, ആരെങ്കിലും ഇന്ന് വരെ നിന്നെ തെണ്ടിന്ന് വിളിച്ചിട്ടുണ്ടോ? അഭിനയിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ നിന്റെ ഇങ്ങനെ നിൽക്കുന്നതിന്. ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നുണ്ടോ? ഇല്ല. നിന്നെ എനിക്ക് വിളിക്കണമെന്ന് തോന്നി. അങ്ങനെ എഴുതി വെച്ചപ്പോൾ അങ്ങ് വിളിച്ചു. ക്ലിയറായിട്ട് വിളിച്ചു. അപ്പോൾ മനസ്സിലായോ? ഒരിക്കലും അല്ലെന്ന് പറയുന്നത്. പൈസ തരാതെ നാഗയുമായി കൂട്ടുകൂടാൻ പറ്റുമോ? ഒട്ടുമില്ല. ക്യാഷ് തന്നെ തരണം. കണ്ടോ, ഒരുത്തം വന്ന് ചോദിച്ചു പൈസ തരാതെ നാഗയുമായിട്ട് കൂട്ടുകൂടാൻ പറ്റുമോ എന്ന്. എനിക്ക് വേണമെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞ് അവനെ എനിക്ക് ചതിക്കാം, വഞ്ചിക്കാം, കളത്രം പറയാം, കൂട്ടുകൂടാം. പക്ഷെ ഞാൻ അങ്ങനെയാണോ ചെയ്യുന്നത്? അതാണ് അഭിനയം. ഞാൻ അങ്ങനെയല്ല. പണം വേണം, പണം തന്നാലേ കൂട്ടുകൂടത്തുള്ളൂ എന്ന് പറഞ്ഞു. കണ്ടോ, റിയാലിറ്റിയാ. പണം താ എന്നാൽ മാത്രം മതി എനിക്ക് കൂട്ട്, അല്ലാതെ വേണ്ട. ഇത് അഭിനയമാണോ? അല്ല. റിയാലിറ്റി. കണ്ടോ, ക്യാഷ് എന്നാലേ കൂട്ടുകൂടുകയുള്ളൂ, അല്ലാതെ ഒറ്റ എണ്ണത്തിനോട് പോലും കൂട്ടുകൂടില്ല. നാഗ ആരെയും വഞ്ചിക്കില്ല. നാഗ സത്യമാണെന്ന് എഴുതിയേക്കുന്നു. ഇവിടെ വഞ്ചിക്കാൻ വേണ്ടി എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഈ നാറികളൊക്കെ എന്നെ വഞ്ചിക്കാനായിട്ട് ഇങ്ങോട്ട് കയറി വരൂ. പക്ഷെ എനിക്കറിയത്തില്ല അത് വഞ്ചനയാണോ ചതിവാണോ എന്ന് എനിക്കറിയത്തില്ല. അവർക്ക് തിരിച്ച് പണി കിട്ടുമ്പോഴാണ് അവർ പറയുന്നത് ഞാൻ വഞ്ചിച്ചെന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവർക്ക് പണി കിട്ടും, അപ്പോൾ അവർ പറയും ഞാൻ വഞ്ചിച്ചെന്നു. പക്ഷേ എനിക്കത് അറിയില്ല. ഇവറ്റേക്കളൊക്കെ വഞ്ചിക്കാനും ചതിക്കാനും ഇങ്ങോട്ട് കയറി വരും. എനിക്കറിയത്തില്ല എങ്ങനെയാണ് വഞ്ചിക്കുന്നത് ചതിക്കുന്നത്. നിങ്ങളെങ്ങാണോ എനിക്കൊന്ന് പറഞ്ഞതാ.